സീറ്റുകൾ സംബന്ധിച്ച് ഘടകകക്ഷികൾ ഉന്നയിച്ച അവകാശവാദങ്ങൾ യുഡിഎഫിന് കീറാമുട്ടിയാകുന്നു. മുസ്ലിം ലീഗ്, ആർഎസ്പി, ജെഡിയു എന്നിവരുടെ അവകാശവാദങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സീറ്റ് വിഭജനത്തെ തന്നെ താറുമാറാക്കി. തിരുവനന്തപുരത്തും കൊല്ലത്തും ആർഎസ്പിയാണ് മുന്നണിക്കുള്ളിലെ പ്രധാന വെല്ലുവിളി. കൊല്ലത്ത് 20-ഉം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 14 സീറ്റുകളാണ് ആർഎസ്പി ചോദിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടെന്ന് ഇരു ജില്ലാ ഘടകങ്ങളും തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്ത് പാർട്ടി എക്സിക്യൂട്ടീവും ജില്ലാ എക്സിക്യൂട്ടീവും മറ്റ് സംവിധാനങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം 14 സീറ്റുകൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ആർഎസ്പി ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യുഡിഎഫിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന നിലപാട് സംസ്ഥാന ഘടകം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആർഎസ്പിക്ക് പിന്നാലെ കൊല്ലത്ത് മുസ്ലിം ലീഗും കടുംപിടുത്തത്തിലാണ്. നഗരസഭയിൽ 5 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 15ഇടത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. ഞങ്ങൾക്ക് നഷ്ടം വന്നാൽ ഒരു സീറ്റ് നഷ്ടം വരും, പക്ഷേ ഞങ്ങൾ 15ഇടത്ത് ആൾ നിർത്തും. ആർക്കൊക്കെ നഷ്ടം വരുമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. മലപ്പുറമാണ് യുഡിഎഫ് നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയായി നിൽക്കുന്ന മറ്റൊരു ജില്ല. അർഹിച്ച പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജില്ലാ ഘടകങ്ങളുടെ നിലപാട്. കോഴിക്കോട് ജെഡിയു ആണ് അവകാശവാദത്തിൽ മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ തങ്ങൾക്ക് അർഹമായ സീറ്റ് ലഭിച്ചിരുന്നില്ല. ഇത്തവണ വഴങ്ങാനാകില്ല. നിർബന്ധമായും ഞങ്ങൾക്ക് തന്ന ഒരു 6 സീറ്റുണ്ടല്ലോ, ആ സീറ്റിൽ നിന്ന് പിന്നോക്കം ഞങ്ങൾ പോകാൻ സാധ്യതയില്ല. കൂടുതൽ സീറ്റ് നൽകാനാകില്ലെന്ന് കോഴിക്കോട് DCC നേതൃത്വവും നിലപാട് വ്യക്തമാക്കി. പരസ്പരം ഇരുന്ന് സംസാരിച്ച് ഏതെങ്കിലും സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തുമാറാവുന്നതാണ്. അല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. കേരള കോൺഗ്രസും മറ്റ് ചെറുകക്ഷികളും കൂടുതൽ സീറ്റ് വേണമെന്ന അതേ നിലപാടിലാണ്. സീറ്റ് വിഭജന ചർച്ചകളിൽ ഈ അവകാശവാദം ഇതിനകം ഉന്നയിച്ചിട്ടുമുണ്ട്. ഏതായാലും തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ മുതിർന്ന നേതാക്കൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.